പ്രൈസ് ദി ലോർഡ്. എനിക്ക് പണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു എന്നെ ഒരാൾ ഉപദേശിക്കുക എന്ന് പറഞ്ഞത്. എൻ്റെ വീട്ടിലാണെങ്കിൽ അപ്പയും അമ്മയും ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് എന്നെ അങ്ങനെ ഉപദേശിക്കുകയോ അല്ലെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നെ ആരെങ്കിലും ഉപദേശിക്കുമ്പോൾ എനിക്ക് പണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമായിരുന്നു. ഇവർക്കിതെന്താ അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പൊതുവേ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ, ഇവരെന്തിനാ നമ്മളെങ്ങനെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ യൂത്ത് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ പറ്റിയ ഒരു സമയമാണ് ഈ യൂത്ത് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ലോകത്തിൻ്റെതായിട്ടുള്ള പല മോഹങ്ങളിലേക്ക് വീണു പോകാൻ പറ്റുന്ന ഒരു ടൈം പീരീഡാണത്. നമുക്ക് പലതരത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ടാവാം, നമ്മൾ പഠിക്കാനായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു, ഫാമിലിയിൽ നിന്ന് ഡിറ്റാച്ച് ആവുന്നു, പിന്നെ നമുക്ക് ചിലപ്പം എല്ലാവർക്കും കറക്റ്റായിട്ട് ചർച്ചിൽ പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മുടെ കൂട്ടത്തിൽ നല്ല കുട്ടികളും ഉണ്ടാവാം അല്ലെങ്കിൽ മോശമായിട്ടുള്ള കുട്ടികളും ഉണ്ടാവാം. അങ്ങനെ നമ്മളുടെ ഒരു പരിസരം, അതായത് നമ്മൾ ഇടപെടുന്ന ഒരു സർക്കിൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് മാറുന്ന ഒരു ടൈമാണ് നമ്മുടെ യൂത്ത് പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലാണെങ്കിലും പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടായി നമ്മളൊരു ചൈൽഡിഷ് നേച്ചറിൽ നിന്നൊരു യൂത്തിലോട്ടൊക്കെ മാറുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഒക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പം എല്ലാവർക്കും ഈ ഉപദേശങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല. അവരെന്തിനാ എന്നെ ഉപദേശിക്കുന്നത്, എന്നെ ഉപദേശിക്കാൻ അവരാരാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. പിന്നെ ചിലവരൊക്കെ ചോദിക്കും, ദൈവം ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടല്ലേ ഈ ലോകത്തിൽ ഇതെല്ലാം വെച്ചിരിക്കുന്നത്, നമ്മളെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് അല്ലേ. പക്ഷേ നമ്മുടെ ബൈബിളില് സഭാപ്രസംഗി 11-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണം നടന്നുകൊള്ളുക, എന്നാൽ ഇതൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. നമുക്കിഷ്ടമുള്ള വഴികളിലെല്ലാം നമ്മൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിസ്താരത്തിലേക്ക് നമ്മൾ വന്നിരിക്കണം, അല്ലെങ്കിൽ ദൈവം നമ്മളെ ന്യായം വിധിക്കും എന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുക, മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരിലേക്ക് ദൈവത്തെ പകർന്നു നൽകുക. ദൈവം നിങ്ങളെല്ലാവരെയും സ്നേഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.